എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമെ സീരീസിൻ്റെ എപ്പിസോഡ് 24 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹീറോയിൻ നടന്നു വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? മാജിക് ടെമ്പിളിൽ മാജിക് ഇല്ല, ഹീലിംഗ് ടെമ്പിൾ അറ്റാക്ക് ചെയ്യുന്നു, ഗേറ്റ് ഓഫ് സ്പിരിറ്റിൽ നിന്ന് ആട് വരുന്നു. ഹീറോയിൻ നടന്നു വരുമ്പോൾ ഹാവോ ചെന്ന് നിൽക്കുന്നു. അവനൊരു ഫ്ലവർ കൊണ്ടുവന്നതാ, അവൾക്ക് കൊടുക്കുന്നു. അത് അവളെ പിടിച്ച് മണപ്പിച്ച് നോക്കുന്നു. പെട്ടെന്നാണ് ഒരു ഫോർമേഷൻ പോർട്ടലിലേക്ക് അവനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അവന് പോകാതെ നോക്കി, എന്നാൽ കഴിഞ്ഞില്ല, കൊണ്ടുപോയി. അവൻ്റെ നെറ്റിയിൽ വന്ന ഹായുവിൻ്റെ കണക്ട് ആയിട്ടുള്ള ആ സിമ്പലായിരുന്നു. ഹീറോയിൻ അത് കണ്ട് ഷോക്കായി. ഹാവച്ചെന്നെ വിളിക്കുന്നു. എന്നിട്ട് എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ആൾക്കാർ വന്നിട്ട് അറിയില്ല, ഞാൻ കണ്ടില്ല, ഇങ്ങനെയൊന്ന് ചിലപ്പോൾ വേറെ ഡയമെൻഷനിലാകും, ബീറ്റ് ചെയ്യാനേ കഴിയൂ, വന്നില്ലെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറ്റൊരു ഡയമെൻഷനിൽ അവൻ മരിക്കും. അത് കേട്ട് അവൾക്ക് സങ്കടമായി. നമ്മൾ നോക്കാം, അവളപ്പോൾ ഇങ്ങോട്ട് ഇനി ആരും വരാതെ നോക്കണം എന്ന് പറയാണ്. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാലോ. അവരെങ്ങോട്ടോ പോയി. അത് കഴിഞ്ഞ് ഹാവച്ചെന്നെ ഒരു ഡയമെൻഷനിലേക്ക് ആരോ കൊണ്ടുപോയി. അവനും മനസ്സിലായില്ല. പെട്ടെന്നാണ് അത് അത്രയും ഹോറിബിളായ പ്ലേസ് ആയിരുന്നെന്ന് കാണുന്നത്. ബ്രദർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് അത് കേട്ട് നോക്കുമ്പോൾ ഹായു നീ സംസാരിക്കുമോ? അവരുടെ ചെറിയ രൂപത്തിൽ എന്നിട്ട് അതെ, അത് മാത്രമേ കഴിയൂ, നമ്മളിപ്പോൾ അപകടത്തിലാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ആ എഗ്ഗ് കഴിച്ചതോടെ എവോൾവ് ആയി, എന്നാൽ അവർ വരുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. ഞാൻ ഉടനെ തന്നെ ഞങ്ങളെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഓസ്ട്രിൻ ഗ്രിഫൻ അത് കേൾക്കാൻ ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പോലെ ഓസ്ട്രിൻ ഖലീഫർ പറയുമ്പോൾ അവർ പറയുന്നത് എന്താണ് മറന്നുപോയി. ഓസ്ട്രിൻ ഖലീഫർ അങ്ങനെ എന്തോ ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് കുറെ ആത്മാക്കൾ വരുന്നുണ്ട്. അത് ഹാവച്ച ലൈറ്റ് കവർ ഉപയോഗിച്ച് തടയുകയാണ്. ഇതേ പേര് അന്ന് ഫെങ്ഷു പറയുന്നുണ്ടായിരുന്നല്ലോ, അവനെ കണ്ടുപിടിക്കാൻ അന്ന് പറഞ്ഞായിരുന്നു. ആരാണ് ഈ ഓസ്ട്രിൻ ഖലീഫർ? ഇതെല്ലാം ആത്മാക്കളാണ് ഓസ്ട്രിൻ ഖലീഫർ. എന്താണെന്ന് മനസ്സിലാകാതെ ഹായു എവിടെയൊന്നും ഉള്ള സിഗ്നൽ നോക്കി പോവുകയാണ്. അങ്ങനെ പോയി ഒരു വലിയ ഗേറ്റ് പോലെ അതിന്റെ ഭയാനകമായ ഒരു നരകം തന്നെയായിരുന്നു എന്നത് കാണാം. ദ ബ്രീത്ത് ഓഫ് ഡെത്ത് സൈഡിൽ കൂടി പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്യൂസ് അതിനെല്ലാം ജീവൻ വയ്ക്കുന്ന പോലെയും സ്കെലിട്ടൺസ് ഒക്കെ കാണാം. ഹാവച്ചനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു എന്നതുപോലെ അവനും അതറിയാതെ പോകുന്നു. അങ്ങനെ പോവുകയാണ്. പിന്നെ ഹായു വിളിക്കുന്നത്. അത് കേട്ട് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പറയുന്നൊരു സൗണ്ട് നോക്കുമ്പോൾ കുറെ അൺഡെഡ് സ്കെലിറ്റൺസ് ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നായി അവരും വരുന്നുണ്ട്. അതിനെ തടയാനായിട്ട് ഹാർമാർ സോഡ് ഷീൽഡൊക്കെ വെച്ച് സെറ്റായി. എന്നിട്ട് സോഡ് വെച്ച് അതിനെ ഇല്ലാതാക്കുന്നു. അതങ്ങനെ ഇല്ലാതാക്കി, അതുപോലെ വന്നതെല്ലാം ഇല്ലാതാക്കി. ഇതെല്ലാം ലെവൽ 3 ആണ്, അതുകൊണ്ട് തന്നെ പാടില്ല. എന്നാൽ പ്രശ്നം അപ്പോഴാണ് തുടങ്ങി. ആ അൺഡെഡ് സ്കെലിറ്റൺസ് ആകട്ടെ പിന്നെ റീജോയിൻ ആയിട്ട് വരികയാണ്. അതുകൊണ്ട് ഇത് എളുപ്പമാണ് എങ്കിൽ കൂടി അവരുടെ ഉള്ളിൽ സോളില്ല, അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇല്ലാതാക്കാൻ നോക്കിയാലും കാര്യമില്ല എന്നതും മനസ്സിലായി. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ലൈറ്റ് ആട്രിബ്യൂട്ട്സ് അത് ഉപയോഗിക്കാം എന്ന് കരുതി അത് ചെയ്തു. അത് വർക്കിംഗ് ആയി, സ്പോട്ടിൽ അത് ഇല്ലാതെ ഇത് മതി എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി വന്നതിനെയൊക്കെ കൊല്ലാനായിട്ട് ഇല്ലാതാക്കാനും തുടങ്ങി. ഹായു അവനെ വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനെയും ഇല്ലാതാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെയുള്ള എഗ്ഗ് അതിനെ അറ്റാക്ക് ചെയ്യുന്നൊരു കുറെ സ്കെലിറ്റൺസ് അതൊരു വലിയ പൊട്ടിത്തോടെ എല്ലാത്തിനും പൊട്ടിച്ചു തുടങ്ങി. എന്നാൽ ഹായു അവിടെ മയങ്ങി വീണ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹാവച്ചനോട് അവരെ എവോൾവ് ചെയ്യാൻ പോവാണ്. എന്നാൽ ഇവിടെ കൂടുതലും ബ്രീത്ത് ഓഫ് ഡെത്ത് ആയിട്ട് മാറി വരുന്നവരത് തടയുന്നു. ഹാവച്ചനപ്പോൾ നീ എവോൾവ് ചെയ്യും, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അവര് സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഹാവച്ച പിന്നെ വരുന്നവരെ തടയാനായിട്ട് തുടങ്ങി. അതാകട്ടെ ഒരു കൂട്ട സ്കെലിറ്റൺസ് അവരെല്ലാവരും തടയുകയാണ്. എന്നല്ല ഹായുവിന്റെ എവോൾവിൽ ആരെയും ഇടപെടരുത് എന്നാണ് അവൻ നോക്കുന്നത്. അതിനായിട്ട് അവന്റെ പരമാവധി നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്നത് എല്ലാവരും തടയാനും കഴിയാതെ ആയി. പിന്നെ അവനൊരു തീരുമാനം എടുത്തു. അവിടെ ഹായുവിന്റെ എവോൾവിലേക്ക് പോകുന്ന ആ സ്ഥലം അവിടെ ഒരു ഫോർമേഷൻ വെച്ച് ലൈറ്റ് പോലെ ഷീൽഡ്, അതുപോലെ അവന്റെ എനർജി അങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തീരും. ലിൻ കൊടുത്ത പിൽസ് ഇതുപയോഗിച്ച് ഇവൻ മാക്സിമം എത്ര തടയാൻ നോക്കുന്നു അത്രയും തടയാൻ ആ സമയത്തുള്ളിൽ ഹായു എവോൾവ് ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകാം എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായി. ഇവരെല്ലാവരും അൺഡെഡ് സ്കെലിട്ടൺ ആണ്, ഇവർക്ക് സോളില്ല. അങ്ങനെ ഇവരെല്ലാം കൺട്രോൾ ചെയ്യുക എന്നത് വേറൊരുത്തനാണ്. അതിനില്ലാതാക്കിയ പിന്നെ ഇതെല്ലാം സോൾവ് ചെയ്യും എന്നത് ഹാവച്ചന് മനസ്സിലായി. എന്നാൽ അങ്ങനെയുള്ള ആരെയും കാണുന്നില്ല. എന്നാൽ കുറെ നേരം അവരെ തടഞ്ഞ് ഏകദേശം ഹായു എവോൾവ് ആകുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ കടന്നുപോയി. എന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. ആകെ ഇനി ഒരു പിൽസ് മാത്രമേ ഉള്ളൂ. ഇതുകൂടി ഉപയോഗിച്ച് അവരില്ലാതാക്കി. എന്നാൽ ഇനിയും വരുന്നുണ്ട്. ഹാവച്ചനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ വരുന്നത്. ഓസ്ട്രിൻ ഖലീഫർ, അവസാനം നിന്നെ കണ്ടുപിടിച്ചു. നിന്നെ കൊന്നു കളഞ്ഞിട്ട് മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. ആ വന്ന വിച്ചിനെ കണ്ട് ഹാവച്ചൻ ഇതൊരു ലെവൽ 6 വിച്ചാണ് എന്നത് മനസ്സിലായി. ഇയാൾ ഒരു നെക്രോമൻസറാണ്. മറ്റേ സോൾലാൻഡിലെ പോലെ വേറൊരു നെക്രോമൻസർ. അൺഡെഡ് പവേഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്ന മരിച്ചു കഴിഞ്ഞ ആൾക്കാരെയാണ് നെക്രോമൻസർ എന്ന് പറയുന്നത്. എലൈക്കിസിനെ പോലെ ഇതിലൊരു ഹ്യൂമനെ കണ്ട് ഈ അൺഡെഡ് വേൾഡിൽ ഒരു ഹ്യൂമൻ എങ്ങനെ വരാനാണ്, അവനെ ഹെൽപ്പ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവൻ
എതിരെ ഒരു ചെറിയ പവർ ആ അറ്റാക്കിൽ അവ തെറിച്ചു പോയി. നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബ്രദറായ ഡീമോണിക് ബീസ്റ്റിനെ അത് എവോൾവ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നത്. അത് കേട്ടാൽ നെക്രോമൻസർ എന്തൊക്കെയാ പറയുകയാണ്, അതൊന്നും നടക്കില്ല, അതിനെ കൊല്ലും എന്ന് തന്നെ പറയുമ്പോൾ ഹാവച്ചനെ എതിർക്കാനായിട്ട് നിൽക്കുന്നു. അയാൾ ഗ്രീൻ കളറിലുള്ള ഫയർ അത് അവിടെ മുഴുവനുള്ള സ്കെലിട്ടന് കൊടുത്തിട്ട് ഓസ്റ്റിൻ കാലിഫറിനെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട്. ഹാവച്ചൻ ഉപയോഗിച്ച ലൈറ്റ് അട്രിബ്യൂട്ട്സ് പവർ പോലും അതിനെ തടയാൻ പറ്റാതെ പോയി. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടുപെട്ടുക. അവരെ കുറെ പേര് വരുന്നുണ്ട്, സോഡ് ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കുന്നു. അതിന്റെ ഡിഫൻസ് പവർ അത് വളരെയധികം കൂടി എന്നത് മനസ്സിലായി. ഹായുവിനെ കൊല്ലാനായിട്ട് തന്നെ കുറെ പേര് ഷീൽഡൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ ബ്രദറിനെ ഉറപ്പായി രക്ഷയും, അതിന് നിന്നെ കൊന്നിട്ടായിരുന്നു. അത്രയ്ക്കാണോ എന്ന് പറഞ്ഞ അയാൾ പവേഴ്സ് ഉപയോഗിക്കുന്നു. അത് ഹാവച്ച തടയുന്നു. എന്ന ഷീൽഡൊക്കെ അങ്ങോട്ട് വിട്ടത് പൊട്ടാനായിട്ടും തുടങ്ങിയ അവസാനം ആറ്റ മുൻപിൽ വെച്ച് തന്നെ പൊട്ടി. അവന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവിടെയുള്ള സ്കെൽട്ടണും കുറെ പേര് അകത്തേക്ക് പോകുന്നുണ്ട്. അവരെ കൊല്ലാനായിട്ടും ഹാവച്ചൻ പോകുന്നുണ്ട്, അതായത് ഇല്ലാതാക്കാൻ. കാരണം അവർ ഓൾറെഡി ഡെഡ് ആണല്ലോ. അയാളെ കൊല്ലാനായിട്ട് തന്നെ ഹാവച്ചൻ ഇറങ്ങി ലൈറ്റനിങ് സ്ട്രിങ് എന്ന ഉപയോഗിച്ച് പവർ ഉപയോഗിച്ച് അയാൾ വിട്ട് അങ്ങേരാകട്ടെ ഫയർ അതും തിരിച്ചും വിട്ടു. വെറും ഒരു ഹ്യൂമൻ ഈ അൺഡെഡ് വേൾഡിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഫയർ അത് വിട്ട് അറ്റാക്ക്. ഹാവച്ചൻ എന്തായാലും എന്ത് കൊടുത്തും അവനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് സോഡിൽ പവേഴ്സ് ഉപയോഗിച്ച് ലൈറ്റ് ചോപ്പർ അത് വെച്ച് ഒറ്റയാടി. അതിൽ നെക്രോമൻസറിനെ കൊണ്ടതുമല്ല. പ്രൊട്ടക്റ്റോ നിനക്ക് കഴിയുമെന്നാണോ? അവനൊരു റെയിൻകറനേറ്റഡ് ഡീമോൺ കിങ് ഡാർക്ക്നെസ് ആൻഡ് ഡെത്തിന്റെ ക്രിയേറ്റർ കൂടിയാണ്. അതായത് ഡാർക്ക്നെസ് ആൻഡ് ഡെത്ത് ഉണ്ടാക്കിയതേ അവനാണ്. ഓസ്റ്റിൻ ഖലീഫ ഈ ലോകത്ത് ഇത്ര ദേഷ്യവും പകയും ആകാൻ, ഈ വേൾഡിൽ ഇങ്ങനെ ആകാൻ എല്ലാത്തിനും കാരണം അവൻ. 6000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഗ്രീനറിയായ ലോകമായിരുന്നു. സൺറൈസും സൺസെറ്റും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഹ്യൂമൻസ് ഇവിടെ ജീവിച്ചു. ഇവന്റെ വരവിന് ശേഷം സമാധാനം അതില്ലാതായി. പതുക്കെ നശിക്കാനായിട്ട് തുടങ്ങി. അവൻ ഈ ലോകത്തെ ഡിസ്ട്രോയ് ചെയ്തു. എല്ലാവരും മരണമില്ലാത്ത ജീവിക്കാനായിട്ട് തുടങ്ങി. അൺഡെഡായിട്ട് മാറി, ഒരു നരകമായിട്ട് മാറി. അൺഡെഡായ ആൾക്കാർ അവരുടെ ലൈഫ് ലോങ് പെയിൻ അതിനെല്ലാം കാരണം ഇവനാണ്. ഓസ്റ്റിൻ കാലിഫർ അവനെ കൊന്നാൽ മാത്രമാണ് ഇത്രയും നാളുള്ള നമ്മുടെ പെയിൻ ഒരു ചെറിയ രീതിയിലെങ്കിലും സമാധാനം കൊണ്ടുവരാൻ കഴിയും. ഓസ്റ്റിൻ കാലിഫറിന് ജീവനോടെ എന്ന് വരെയുണ്ടോ അതുപോലെ നമ്മുടെ സഫർ എൻഡ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അവൻ ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾ വീണ്ടും കൊന്നുകൊണ്ടിരിക്കും. ഫയർ ഓഫ് ബെർത്ത് എന്നത് ഉപയോഗിച്ച് ഒരു വലിയ സ്കെൽട്ടനെ തന്നെ ഉണ്ടാക്കി ഹാവച്ചന് നേരെ കൊല്ലാനായിട്ട് വിട്ടു. അവൻ തെറിച്ചു ഹായുവിന്റെ അനുഭവം പ്ലേസിലെത്തി. ആ സ്കെൽട്ടൻ വരുന്നത് കൊണ്ട് തടയാനായിട്ട് നോക്കി. എന്നാൽ അവനെ കൊണ്ട് പറ്റില്ല. നെക്രോമൻസർ അപ്പോൾ നീ എന്തിനു വേണ്ടിയാണ് അവന്റെ കൂടെ നിൽക്കുന്നതെന്ന് അറിയില്ല. അവനെ കൊന്നില്ല എങ്കിൽ നിങ്ങളുടെ ലോകത്ത് ഇതുപോലെ തന്നെ സംഭവിക്കും റിപ്പീറ്റ് ആയിട്ട്. കാരണം അവനാണ് ഡീമൺ കിങ് ഓഫ് ഡെസ്ട്രക്ഷൻ എന്നൊരു ഷോക്കായ കാര്യം പറയുകയാണ്. എന്നാൽ നമ്മൾ ഡീമൺ ലോഡൊന്നുമല്ല എന്ന് ഹാവച്ചൻ ആ സ്കെൽട്ടൻ കൊന്നിട്ട് ഡീമൺ ലോഡ് ഓസ്റ്റിൻ കാലിഫർ എന്നാൽ ഹായ് വന്നിട്ട് എനിക്ക് പറയുന്നത് എന്താണെന്ന് അറിയില്ല, മെമ്മറി ഇല്ല. ഞാൻ ജനിച്ചപ്പോൾ ബ്രദറിനെയാണ് കണ്ടത്. അവിടെയുള്ള അൺഡെഡ് ആയവര് ഓസ്റ്റിൻ ഖലീഫറിനെ കൊല്ലാനായിട്ട് തന്നെ വിസ്പർ സൗണ്ട് ഇടുന്നുണ്ട്. അവനോട് പോകാനായിട്ട് ഹാവിയും പറയുന്നു. നെക്രോമൻസർ വന്നിട്ട് ഹ്യൂമൻ നിനക്കൊരു ചാൻസ് തരാം, അവനെ കൊല്ല്, എങ്കിൽ നിന്റെ ജീവൻ സ്പെയർ ചെയ്യാം. വെറുതെ വിടാം. ഹാവച്ചൻ എഴുന്നേറ്റിട്ട് ആ സോഡിലെടുത്തു. ഞാൻ എൻ്റെ ബ്രദർ ഹായുവിന് വേണ്ടിയാണ് വന്നത്, അവനെ കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ, അതിന് നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും എന്ന് മറ്റൊരാൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് സ്വന്തം ബ്രദറിനെ കൊടുക്കാൻ കൊല്ലാൻ ഹാവച്ചൻ തീരുമാനിച്ചില്ല. എതിർക്കാനായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.